ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. അധ്യാത്മരാമായണം കിളിപ്പാട്ട്. അയോധ്യാകാന്ഡം ഭാഗം. ദശരഥന്റെ ചരമം. മന്ത്രിവരനാം സുമന്ത്രരും ഏറിയോരന്തശുചാ ചെന്നയോധ്യ പുക്കിടിനാൻ. വസ്ത്രേണ വക്ത്രവും ആച്ഛാദ്യ കണ്ണുനീരന്യർത്ഥമിറ്റിറ്റു വീണും തുടച്ചും ആ തേരും പുറത്തു ഭാഗത്തു നിർത്തിച്ചെന്ന് ധീരതയോടു നൃപനെ വണങ്ങിനാൻ. ധാത്രീപദേ ജയ, വീരമൗലേ ജയ, ശാസ്ത്രമദേ ജയ, ശൗര്യാംബുദേ ജയ, കീർത്തിനിധേ ജയ, സ്വാമിൻ ജയ ജയ, മാർത്താണ്ഡഗോത്രജാത്തോത്തംസമേ ജയ. ഇത്തരം ചൊല്ലി സ്തുതിച്ചു വണങ്ങിയ ഭൃത്യനോടാശു ചോദിച്ചു നൃപോത്തമൻ. സോദരനോടും ജനകാത്മജയോടും ഏതൊരു ദിക്കിൽ ഇരിക്കുന്നു രാഘവൻ? നിർലജ്ജനായതിപ്പാപിയാമെന്നോട് ചൊല്ലുവാൻ എന്തോന്നു ചൊല്ലിയതെന്നുടെ? ലക്ഷ്മണൻ എന്തു പറഞ്ഞു വിശേഷിച്ചു? ലക്ഷ്മീ സമയായ ജാനകി ദേവിയും ഹാ രാമ ഹാ ഗുണാനിധേ ലക്ഷ്മണ വാരിജലോചന ബാലേ മിഥിലജേ. ദുഃഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതിയാമെന്നരികത്തിരിപ്പാനും മക്കളെയും കണ്ടെനിക്കു മരിപ്പാനും ഇക്കാലം ഇല്ലാതെ വന്നു സുഹൃതവും. ഇത്തം പറഞ്ഞു കേഴുന്ന നൃപേന്ദ്രനോടുൾത്താപമോടുര ചെയ്തു സുമന്ത്രരും ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരെ തേരിലേറ്റിക്കൊണ്ടുപോയേൻ തവാജ്ഞയാം. ശൃംഗിവേരാഖ്യ പുരസവിധേ ചെന്നു ഗംഗാതടേ വസിച്ചിടും ദശാന്തരേ കണ്ടു തൊഴുതിതു ശൃംഗിവേരാധിപൻ. കൊണ്ടുവന്നു ഗുഹൻ മൂലഫലാദികൾ. തൃക്കൈകൾ കൊണ്ടതു തൊട്ടു പരിഗ്രഹിച്ച കുമാരന്മാർ ജടയും ധരിച്ചിതു. പിന്നെ രഘൂത്തമനെന്നോടു ചൊല്ലിനാൻ, എന്നെ നിരൂപിച്ചു ദുഃഖികായി കാരുമേ. ചൊല്ലേണമെന്നുടെ താതനോടും ബലാൽ അല്ലലുള്ളത്തിലുണ്ടാകാതിരിക്കണം. സൗഖ്യം അയോധ്യയിലേറും വനങ്ങളിൽ മോക്ഷസിദ്ധിക്കും പെരുവഴിയായി വരും. മാതാവിനും നമസ്കാരം വിശേഷിച്ചു ഖേദമെന്നെ കുറിച്ചുണ്ടാകരുതേതും. പിന്നെയും പിന്നെയും ചൊൽക പിതാവധിഖിന്നനായി വാർദ്ധക്യപീഡിതനാകയാൽ. എന്നെ പിരിഞ്ഞുള്ള ദുഃഖമശേഷവും ധന്യവാക്യാമൃതം കൊണ്ടടക്കിയിടണം. ജാനകിയും തൊഴുതെന്നോടു ചൊല്ലിനാൾ ആനനപത്മവും താഴ്ത്തി മന്ദം മന്ദം. അശ്രുഗണങ്ങളും വാർത്തു സഗദ്ഗദം ശുശ്രുപാദേഷു സാഷ്ടാംഗം നമസ്കാരം. തോണികരേറി ഗുഹനോടു കൂടവേ പ്രാണവിയോഗേന നിന്നേനടിയനും. അക്കരെ ചെന്നിറങ്ങിപ്പോയി മറവോളം ഇക്കരെ നിന്നു ശവശരീരം പോലെ
4-5 നാഴിക ചെന്നവാറേ ധൈര്യമാലംബ്യമന്ദം നിവൃത്തനായിടിനാൻ. തത്ര കൗസല്യ കരഞ്ഞു തുടങ്ങിനാൾ, ദത്തമല്ലോ പണ്ടു പണ്ടേ വരദ്വയം, ഇഷ്ടയായൊരു കൈകേയിക്കു രാജ്യമോ തുഷ്ടനായി നൽകിയാൽ പോരായിരുന്നിതോ. മൽപുത്രനെ കാനനാന്തേ കളവതിന് ഈ പാപി എന്തു പിഴച്ചിതു ദൈവമേ. ഏവമെല്ലാം വരുത്തിത്തനിയെ പരിദേവനം ചെയ്വതിനെന്തൊരു കാരണം. ഭൂപതി കൗസല്യ ചൊന്നോരു വാക്കുകൾ താപേന കേട്ടു മന്ദം പറഞ്ഞിടിനാൻ. പുണ്ണിലൊരു കൊള്ളി വയ്ക്കുന്നതുപോലെ പുണ്യമില്ലാതെ മാം ഖേദിപ്പിയായിക നീ. ദുഃഖമുൾക്കൊണ്ടു മരിപ്പാം തുടങ്ങുമെന്നുൾക്കാമ്പുരുക്കി ചമക്കായിക വല്ലഭേ. പ്രാണപ്രയാണമടുത്തു തപോധനൻ പ്രാണവിയോഗേ ശപിച്ചതു കാരണം. കേൾക്ക നീ ശാപവൃത്താന്തം മനോഹരേ. സാക്ഷാൽ തപസ്വീശ്വരികൾ ഈശ്വരന്മാരല്ലോ. അർദ്ധരാത്രോ ശരജാലവും ചാപവും ഹസ്തേ ധരിച്ചു മൃഗയാ വിവശനായി. വാഹിനി തീരെ വനാന്തരേ മാനസമോഹേന നിൽക്കുന്ന നേരത്തൊരു മുനി ദാഹേന മാതാപിതാക്കൾ നിയോഗത്താൽ സാഹസത്തോടിരുട്ടത്തു പുറപ്പെട്ടു. കുംഭവും കൊണ്ടു നീർ കോരുവാൻ വന്നവൻ കുംഭേന വെള്ളമൻപോടു മുക്കും വിധവും. കുംഭത്തിൽ നീരകമ്പുക്ക ശബ്ദം കേട്ടു കുംഭിതുമ്പിക്കയിൽ അംഭോഗതാമിതി. ചിന്തിച്ചുടൻ നാദഭേദിനം സായകം സന്ധായ ചാപേ ദൃഢമയച്ചിടിനേൻ. ഹദോസ്മ്യഹം ഹദോസ്മ്യഹം ഹാഹേതി കേട്ടിതു മാനുഷവാക്യവും. ഞാനൊരു ദോഷമാരോടുമേ ചെയ്തില്ല, കേനവാഹന്ത ഹദോഹം വിധേ വൃഥാ. പാർത്തിരിക്കുന്നിതു മാതാപിതാക്കന്മാർ ആർത്തി കൈക്കൊണ്ടു തണ്ണീർക്കു ദാഹിക്കയാൽ. ഇത്തരം മർത്യനാദം കേട്ടു ഞാൻ അതിത്രസ്ഥനായി തത്ര ചെന്നത്തലോടും തഥാ. താപസബാലകൻ പാദങ്ങളിൽ വീണു താപേന ചൊന്നേൻ മുനിസുതനോടു ഞാൻ. സ്വാമിൻ ദശരഥനായ രാജാവു ഞാൻ, മാപരാധിനം രക്ഷിക്ക വേണമേ. ഞാനറിയാതെ മൃഗയാ വിവശനായി ആന തണ്ണീർ കുടിക്കും നാദമെന്നോർത്ത്. ബാണമെയ്തേനതിപ്പാപിയായോരു ഞാൻ പ്രാണൻ കളയുന്നതുണ്ടിനി വൈകാതെ. പാദങ്ങളിൽ വീണു കേണിയിടുമെന്നോട് ഖേദം കലർന്നു ചൊന്നാൻ മുനിബാലകൻ. കർമ്മമത്രേ തടുക്കാവതല്ലാർക്കുമേ ബ്രഹ്മഹത്യാപാപമുണ്ടാകയില്ലതേ. വൈശ്യനത്രേ ഞാൻ മമ പിതാക്കന്മാരെ ആശ്വസിപ്പിക്കാ നീ ഏതുമേ വൈകാതെ. വാർദ്ധക്യമേറി ജരാനരയുമ്പോണ്ട് നേത്രവും കാണാതെ പാർത്തിരുന്നിടുന്നു. ദാഹേന ഞാൻ ജലം കൊണ്ടങ്ങു ചെല്ലുവാൻ ദാഹം കെടുക്ക നീ തണ്ണീർ കൊടുത്തിനി. വൃത്താന്തമെല്ലാം അവരോടറിയിക്കാം, സത്യമെന്നാൽ അവർ നിന്നെയും രക്ഷിക്കും. എന്നുടെ താതൻ കോപമുണ്ടാകിലോ നിന്നെയും ഭസ്മമാക്കിയിടും അറിക നീ. പ്രാണങ്ങൾ പോകാഞ്ഞു പീഠയുണ്ടേറ്റവും ബാണം പറിക്ക നീ വൈകരുതേതുമേ. എന്നതു കേട്ട് ശല്യോദ്ധരണം ചെയ്ത് പിന്നെ സജലം കലശവും കൈക്കൊണ്ട് ദമ്പതിമാരിയ്ക്കും അവിടേക്കതിസംഭ്രമത്തോടു ഞാൻ ചെല്ലും ദശാന്തരേ. വൃദ്ധതയോടു നേത്രങ്ങളും വേർപെട്ട് അർദ്ധരാത്രിക്കു വിശന്നു ദാഹിച്ചഹോ. വർത്തിക്കുമെങ്ങൾക്കു തണ്ണീർക്കു പോയൊരു പുത്രനും ഇന്നു മറന്നു കളഞ്ഞിതോ. മറ്റില്ലൊരാശ്രയം ഞങ്ങൾക്കൊരു നാളും
മുറ്റും ഭവാൻ ഒഴിഞ്ഞെന്തു വൈകിടുവാൻ. ഭക്തിമാനേറ്റവും മുന്നമെല്ലാം അതിസ്വസ്ഥനായി വന്നിതോ നീ കുമാരാബലാൽ. ഇപ്രകാരം നിരൂപിച്ചിരിക്കും വിധൗ മൽപാദവിന്യാസജധ്വനി കേൾക്കയാൽ. കാൽപ്പെരുമാറ്റം മതീയം തഥാ കേട്ട് താൽപര്യമോടു പറഞ്ഞു ജനകനും. വൈകുവാനെന്തു മൂലം മമ നന്ദന, വേഗേന തണ്ണീർ തരിക നീ സാദരം. ഇത്തമാകർണ്യ ഞാൻ ദമ്പതിമാർ പദം ഭക്ത്യാ നമസ്കരിച്ചത്രയും ഭീതനായി. വൃത്താന്തമെല്ലാം അറിയിച്ചതന്നേരം പുത്രനല്ലല്ലോ അയോധ്യാധിപനാകിയ പൃഥ്വീവരൻ ഞാൻ ദശരഥനെന്നു പേർ. രാത്രോ വനാന്തേ മൃഗയാ വിവശനായി ശാർദൂലമുഖ്യ മൃഗങ്ങളെയും കൊന്ന് പാർത്തിരുന്നേ നദീതീരെ മൃഗാശയാം. കുംഭത്തിൽ നീരകമ്പുക്ക ശബ്ദം കേട്ട് കുംഭേവരൻ നിജ തുമ്പിക്കരം തന്നിൽ അംഭസുകൊള്ളുന്ന ശബ്ദമെന്നോർക്കയാൽ അമ്പയച്ചേനറിയാതെ അതും ബലാൽ. പുത്രനു കൊണ്ട നേരത്തു കരച്ചിൽ കേട്ട് എത്രയും ഭീതനായി തത്ര ചെന്നിടിനേൻ. ബാലനെ കണ്ടു നമസ്കരിച്ചേനതു മൂലം അവനുമെന്നോടു ചൊല്ലിടിനാൻ. കർമ്മമത്രേ മമ വന്നതിതു തവ, ബ്രഹ്മഹത്യാ പാപമുണ്ടാകയില്ലതേ. കണ്ണും പൊടിഞ്ഞു വയസ്സുമേറെ പുക്ക് പർണശാലാന്തേ വിശന്നു ദാഹത്തൊടും. എന്നെയും പാർത്തിരിക്കും പിതാക്കന്മാർക്ക് തണ്ണീർ കൊടുക്കയെന്നോടു ചൊല്ലിനാൻ. ഞാനതു കേട്ടുഴറ്റോടെ വന്നേനിനി ജ്ഞാനികളാം നിങ്ങളൊക്കെ ക്ഷമിക്കണം. ശ്രീപാദപങ്കജമെന്നിയേ മറ്റില്ല പാപിയായോരടിയെന്നവലംബനം. ജന്തു വിഷയ കൃപാവശന്മാരല്ലോ സന്തതം താപസ പുങ്കവന്മാർ നിങ്ങൾ. യുദ്ധമാകർണ്യ കരഞ്ഞു കരഞ്ഞവർ എത്രയും ദുഃഖം കലർന്നു ചൊല്ലിടിനാർ. പുത്രനെ എവിടെ കിടക്കുന്നിതു ഭവാൻ, തത്രൈവ ഞങ്ങളെ കൊണ്ടുപോയിടണം. ഞാനതു കേട്ടവർ തന്മേയെടുത്തു അതിദീനതയോടു മകനുടൽ കാട്ടിനേൻ. കഷ്ടമാഹന്ത കഷ്ടം കർമ്മമെന്നവർ തൊട്ടുതലോടി തനയ ശരീരവും പിന്നെ പലതരം ചൊല്ലി വിലപിച്ചു. ഖിന്നതയോടവരെന്നോടു ചൊല്ലിനാർ, നീ ഇനി നല്ല ചിത ചമച്ചിടണം, തീയുമേറ്റം ജ്വലിപ്പിച്ചു വൈകിടാതെ. തത്ര ഞാനും ചിത കൂട്ടിയന്നേരം പുത്രേണ സാഗം പ്രവേശിച്ചവർകളും ദഗ്ധദേഹന്മാരുമായി ചെന്നു മൂവരും വൃത്രാരിലോകം ഗമിച്ചു വാണിടിനാർ. വൃദ്ധ തപോധനൻ അന്നേരമെന്നോട് പുത്രശോകത്താൽ മരിക്കെന്നു ചൊല്ലിനാൻ. ശാപകാലം നമുക്കാഗതമായതു താപസവാക്യം അസത്യമായും വരാം. മന്നവനേവം പറഞ്ഞു വിലപിച്ചു പിന്നെയും പിന്നെയും കേണു തുടങ്ങിനാൻ. ഹാ രാമ പുത്ര, ഹാ സീതേ ജനകജേ, ഹാ രാമ ലക്ഷ്മണ, ഹാ ഗുണംബുധേ. നിങ്ങളെയും പിരിഞ്ഞൻ മരണം പുനരിങ്ങനെ വന്നതു കൈകേയി സംഭവം. രാജീവനേത്രനെ ചിന്തിച്ചു ചിന്തിച്ചു രാജാ ദശരഥൻ പൊക്കു സുരാലയം. നമസ്തേ, എല്ലാവർക്കും ആത്മപ്രണാമം. ഓം നമ ശിവായ. ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. നമ്മുടെ രാമായണം ക്ലാസ് തുടരുകയാണ്. അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ അയോധ്യാകാന്ഡത്തിലെ ദശരഥൻ്റെ ചരമ ഭാഗമാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വാത്മീകിയുടെ ആത്മകഥ കേൾക്കുകയുണ്ടായി, പഠിക്കുകയുണ്ടായി. തുടർന്ന് ദശരഥൻ്റെ ചരമവൃത്താന്തം
ആണ് രാമായണ ഭാഗത്ത് ഇന്നത്തെ പാഠ്യവിഷയം. നോക്കൂ, മന്ത്രിവരനാം സുമന്ത്രരും ഏറിയോരന്തശുച ചെന്ന് അയോധ്യ പുക്കിയിടിനാൻ. മന്ത്രിശ്രേഷ്ഠനായ സുമന്ത്രർ വലിയ ദുഃഖത്തോടെ അയോധ്യയിൽ എത്തിച്ചേർന്നു. വസ്ത്രേണ വക്ത്രവും ആച്ഛാദ്യ കണ്ണുനീരത്യർത്ഥമിറ്റിറ്റു വീണും തുടച്ചുമത്തേരും പുറത്തുഭാഗത്ത് നിർത്തിച്ചെന്ന് ധീരതയോട് നൃപനെ വണങ്ങിനാൻ. തേര് അദ്ദേഹം പുറത്ത് നിർത്തിയിട്ട് മുഖം മുണ്ടുകൊണ്ട് മറച്ച് കണ്ണുനീരിറ്റിറ്റ് വീഴുന്നത് കൊണ്ട് കണ്ണുനീര് കാണാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മുഖം മുണ്ടുകൊണ്ട് മറച്ചിരിക്കുന്നത്. നമ്മളും അങ്ങനെ തന്നെയാണല്ലോ. കണ്ണുനീര് മറ്റുള്ളവരുടെ മുന്നിൽ അല്ലെങ്കിൽ നമ്മുടെ കരച്ചിൽ മറ്റുള്ളവർ കാണാതിരിക്കാൻ വേണ്ടി നമ്മൾ മുഖം മറയ്ക്കാറുണ്ട്. സുമന്ത്രരും അതാണ് ചെയ്തത്. ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ ആ ഒരു വിയോഗം അദ്ദേഹത്തിന് താങ്ങാൻ പറ്റുന്നതായിരുന്നില്ല. അപ്പോൾ ഇറ്റിറ്റ് വീഴുന്ന കണ്ണുനീർ തുടച്ച് ധൈര്യസമേതം ദശരഥ മഹാരാജാവിൻ്റെ മുന്നിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്താണ് പറയേണ്ടതെന്ന് അദ്ദേഹത്തിന് അറിയില്ല. തുടർന്ന് ധാത്രീപദേ ജയ, വീരമൗലേ ജയ, ശാസ്ത്രമതേ ജയ, ശൗര്യാംബുധേ ജയ, കീർത്തിനിധേ ജയ, സ്വാമിൻ ജയ ജയ, മാർത്താണ്ഡ ഗോത്ര ജാതോത്തംസമേ ജയ. രാജാവിനെ സ്തുതിക്കുകയാണ് സുമന്ത്രര്. ധാത്രീപതിയും രാജാവും വീരമൗലിയും വീരന്മാരിൽ ശ്രേഷ്ഠനായിട്ടുള്ളവനും ശാസ്ത്രമതേ ശാസ്ത്രമനുസരിച്ചുള്ള ബുദ്ധിയുള്ളവനെ, ശൗര്യാംബുധേ ശൗര്യത്തിൻ്റെ സമുദ്രമേ എന്ന് വെച്ചാൽ വലിയ ശൗര്യമുള്ളവനെ, കീർത്തിനിധേ കീർത്തിക്ക് ഇരിപ്പിടമായവനെ, മാർത്താണ്ഡ ഗോത്ര ജാതോത്തംസമേ മാർത്താണ്ഡ ഗോത്രത്തിൽ അതായത് സൂര്യവംശത്തില് ജാതരായിട്ടുള്ളവരുടെ അതായത് ജനിച്ചവരുടെ ശിരോലങ്കാരമേ, ഉത്തം സമേ ശിരോലങ്കാരമായിട്ടുള്ള അതായത് സൂര്യവംശത്തിൽ ജനിച്ചവരിൽ ശ്രേഷ്ഠനായിട്ടുള്ള അല്ലയോ നൃപോത്തമ രാജശ്രേഷ്ഠ, അങ്ങേക്ക് നമസ്കാരം. അപ്പോൾ ദശരഥ രാജാവിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് വണങ്ങി സുമന്ത്രർ ഇപ്രകാരം പറയുകയാണ്. ഇത്തരം ചൊല്ലി സ്തുതിച്ചു വണങ്ങിയ ഭൃത്യനോട് ആശു ചോദിച്ചു നൃപോത്തമൻ. ഇപ്രകാരം സ്തുതിക്കുന്ന സുമന്ത്രരോട് മഹാരാജാവ് ഇപ്രകാരം ചോദിക്കുകയാണ്. സോദരനോടും ജനകാത്മജയോടും ഏതൊരു ദിക്കിലിരിക്കുന്നു രാഘവൻ? ശ്രീരാമൻ സീതയോടും സഹോദരനോടും കൂടി എവിടെയാണ് വസിക്കുന്നത്? നിർലജ്ജയായതിൽ പാപിയാം എന്നോട് ചൊല്ലുവാൻ എന്തോന്നു ചൊല്ലിയതെന്നുടെ ലക്ഷ്മണൻ? എന്തു പറഞ്ഞു വിശേഷിച്ചു ലക്ഷ്മി സമയായ ജാനകി ദേവി? ലക്ഷ്മണൻ എന്താണ് എന്നോട് പറഞ്ഞത്? നാണം കെട്ട ഈ പാപിയെ എന്താണ് അറിയിക്കാനായിട്ട് അല്ലെങ്കിൽ എന്നോട് പറയാൻ എന്താണ് ലക്ഷ്മണൻ എന്നോട് പറഞ്ഞത്? അതുപോലെ തന്നെ ലക്ഷ്മി ദേവിക്ക് തുല്യായ സീത എന്തെങ്കിലും വിശേഷിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ടോ? തൻ്റെ പുത്രൻ്റെ വിയോഗത്താൽ വാവിട്ട് നിലവിളിക്കുന്ന ദശരഥനെയാണ് നമ്മൾ ഈ ഭാഗത്ത് കാണുന്നത്. ഹാ രാമ, ഹാ ഗുണനിധേ ഗുണവാരിധേ, ലക്ഷ്മണ വാരിജലോചനെ, ബാലേ മിഥിലജേ, ദുഃഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതിയാം എന്നരികത്തിരിപ്പാനും മക്കളെയും കണ്ടെനിക്ക് മരിപ്പാനും ഇക്കാലമില്ലാതെ വന്നു സുഹൃതവും. രാമ, ലക്ഷ്മണ, സീതേ എന്നൊക്കെ വിളിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ദുഃഖം വർദ്ധിച്ച് മരിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന ഈ പാപിയായ എൻ്റെ അടുത്തിരിക്കാനും അതുപോലെ തന്നെ മക്കളെ കണ്ട് മരിക്കാനും എനിക്ക് പുണ്യമില്ലാതെയായിപ്പോയല്ലോ, സുഹൃതമില്ലാതെയായിപ്പോയല്ലോ എന്ന് ദശരഥൻ വിലപിക്കുന്നു. യുദ്ധം പറഞ്ഞു കേഴുന്ന നൃപേന്ദ്രനോട് ഉൾത്താപമോടുര ചെയ്തു സുമന്ത്രനും. ഇപ്രകാരം പറഞ്ഞു കരയുന്ന നൃപേന്ദ്രനോട് ദശരഥനോട് ഉൾത്താപത്തോടുകൂടി ദുഃഖത്തോടുകൂടി സുമന്ത്രർ പറയുകയാണ്, ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരെ തേരിലേറ്റിക്കൊണ്ടുപോയേൻ തവാജ്ഞയാ അങ്ങയുടെ ആജ്ഞ കൈക്കൊണ്ടുകൊണ്ട് ഞാൻ ശ്രീരാമനെയും സീതയെയും സുമിത്രാ പുത്രനായ ലക്ഷ്മണനെയും തേരിൽ കൊണ്ടുപോവുകയുണ്ടായി.
ശൃംഗിവേരാഖ്യപുര സവിധേ ചെന്ന് ഗംഗാതടേ വസിച്ചിടും ദശാന്തരെ. ശൃംഗിവേരാഖ്യപുര, ആ പുരത്തിൻ്റെ, ശൃംഗിവേരം എന്നുള്ള ആ പുരത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് അവിടെയുള്ള ഗംഗാതടത്തിൽ, ഗംഗയുടെ തീരത്ത് അവർ വസിക്കുന്ന സമയത്ത് കണ്ടു തൊഴുതിതു ശൃംഗിവേരാധിപൻ കൊണ്ടുവന്നു ഗുഹൻ മൂലഫലാദികൾ. ആ സമയത്ത് ആ ശൃംഗിവേരാപുരത്തിൻ്റെ അധിപനായ ഗുഹൻ ഫലമൂലാദികളൊക്കെ കൊണ്ടുവന്ന് ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ മുന്നിൽ വെച്ച് വണങ്ങുകയുണ്ടായി. തൃക്കൈകൾ കൊണ്ടത് തൊട്ടു പരിഗ്രഹിച്ച കുമാരന്മാരുടെ ഇടയും ധരിച്ചു. തൻ്റെ തൃക്കൈ കൊണ്ട് ആ ഫലങ്ങളൊക്കെ പരിഗ്രഹിച്ചതിന് ശേഷം കുമാരന്മാർ ജട ധരിക്കുകയുണ്ടായി. പിന്നെ രഘുത്തമൻ എന്നോട് ചൊല്ലിനാൻ എന്നെ നിരൂപിച്ച് ദുഃഖിയായി കാര്യമേ. പിന്നെ എന്നോട് ഇപ്രകാരം പറയുകയുണ്ടായി, എന്നെക്കുറിച്ച് ഓർത്ത് ആരും ദുഃഖിക്കേണ്ടതില്ല. ചൊല്ലേണം എന്നുടെ താതനോടും ബലാൽ അല്ലലുള്ളത്തിലുണ്ടാകാതിരിക്കണം. എൻ്റെ പിതാവിനോട് പറയണം, ഉള്ളിൽ യാതൊരു വിധത്തിലുള്ള ദുഃഖവും ഉണ്ടാകാതെ ഇരിക്കണമെന്ന് പറയണം. സൗഖ്യം അയോധ്യയിലേറും വനങ്ങളിൽ മോക്ഷസിദ്ധിക്കും പെരുവഴിയായി വരും. തുടർന്ന് ശ്രീരാമചന്ദ്രൻ പറയുകയാണ്, അയോധ്യയേക്കാൾ സുഖം വനത്തിലാണ്, മോക്ഷസിദ്ധിക്കും പെരുവഴിയായി വരും. വനവാസം മോക്ഷസിദ്ധിക്കുള്ള ഉത്തമ മാർഗം കൂടിയായിട്ട് വരുന്നതാണ്. അപ്പോൾ അയോധ്യയിൽ ഭൗതിക സുഖങ്ങളേറെ ഉണ്ടാകും, എന്നാൽ വനവാസത്തിലൂടെയാണ് മോക്ഷസിദ്ധി ഉണ്ടാകുക എന്ന്, അല്ലെങ്കിൽ മോക്ഷസിദ്ധിക്കുള്ള മാർഗം തുറന്നു കിട്ടുക എന്ന് ഈ ഭാഗത്ത് പറയുകയാണ്. തുടർന്ന് ശ്രീരാമചന്ദ്രൻ പറയുകയാണ്, പിന്നെയും പിന്നെയും ചൊൽക, പിതാവ് അതിഖിന്നനായി വാർദ്ധക്യ പീഡിതനാകയാൽ എന്നെ പിരിഞ്ഞുള്ള ദുഃഖം അശേഷവും ധന്യവാക്യാമൃതം കൊണ്ടടക്കിയിടണം. തുടർന്ന് അദ്ദേഹം പറയുകയാണ്, ഞാൻ അച്ഛനോട് പറയണം, എന്നെ ഓർത്ത് വിഷമിക്കേണ്ട, എന്നെ പിരിഞ്ഞ് അച്ഛൻ്റെ ദുഃഖം, എന്നെ പിരിഞ്ഞ് അച്ഛന് വളരെയധികം ദുഃഖമുണ്ടെന്നറിയാം. ആ ദുഃഖം മധുരവും ശ്രേഷ്ഠവുമായ ഉപദേശാമൃതം കൊണ്ട് അങ്ങ് ശമിപ്പിക്കണമെന്ന് സുമന്ത്രനോട് പറയുകയാണ്. തുടർന്ന് മാതാവിന് നമസ്കാരം, അവർ വരി പറയാൻ വിട്ടുപോയി. മാതാവിനും നമസ്കാരം വിശേഷിച്ചും അമ്മയ്ക്കും, എൻ്റെ അമ്മയെയും ഞാൻ നമസ്കരിക്കുന്നതായിട്ട് പറയണം. എന്നെക്കുറിച്ച് ഓർത്ത് അമ്മ ദുഃഖിക്കരുതെന്നും അമ്മയോടും പറയണം. അതായത് അച്ഛൻ ദുഃഖിതനും വാർദ്ധക്യ പീഡിതനുമാണ്. അതുകൊണ്ട് തന്നെ അച്ഛന് വളരെയധികം ദുഃഖം എന്നെ പിരിഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ദുഃഖവും ഉണ്ടാകരുതേ എന്ന് പറയണം എന്ന് സുമന്ത്രനോട് പറഞ്ഞു. തുടർന്ന് ജാനകിയും തൊഴുതെന്നോട് ചൊല്ലിനാൻ ആനനപത്മവും താഴ്ത്തി മന്ദം മന്ദം അശ്രുകണങ്ങളും വാർത്തു സഗദ്ഗതം ശുശ്രുപാദേഷു സാഷ്ടാംഗം നമസ്കാരം. അതിനുശേഷം സീതാദേവി എന്നോട് പറയുകയുണ്ട, സീതാദേവി മുഖപത്മമൊക്കെ കുനിച്ച് കണ്ണുനീർ വാർത്തുകൊണ്ട് ഗദ്ഗത സ്വരത്തിൽ ഇപ്രകാരം പറഞ്ഞു, തൻ്റെ ഭർത്താവിൻ്റെ പതിയുടെ അമ്മമാരുടെ പാദങ്ങളിൽ ഞാൻ സാഷ്ടാംഗം നമസ്കരിക്കുന്നു എന്ന് അവരെ അറിയിക്കാനായിട്ട് പറയുകയുണ്ടായി. തുടർന്ന് തോണി കരേറി ഗുഹനോടുകൂടവേ പ്രാണവിയോഗേന നിന്നേ നടിയനും അക്കരെ ചെന്നങ്ങ് ഇറങ്ങിപ്പോയി മറവാളവും ഇക്കരെ നിന്നു ശവശരീരം പോലെ. അതിനുശേഷം അവരെല്ലാവരും തോണിയിൽ കയറി അക്കരയ്ക്ക് പോവുകയാണ്, ഗംഗാനദി കടന്നു പോവുകയാണ്. അങ്ങനെ മറുകര എത്തുന്നതും വരെ ഞാൻ ഇങ്ങനെ നോക്കി നിന്നു, എങ്ങനെ ജീവച്ഛവം പോലെ അങ്ങനെ നിന്നുപോയി. തോണി മരകരയിൽ അവർ മറയുന്നത് വരെ ഞാൻ അങ്ങനെ നോക്കി നിന്നു. 4-5 നാഴിക ചെന്നവാറേ ധൈര്യമാലംബ്യ മന്ദം നിവൃത്തനായി ഇടിനേൻ. അതായത് അവർ മറയുന്നത് വരെ ഞാനങ്ങനെ നോക്കി നിന്നു. അതിനുശേഷം ധൈര്യം അവലംബിച്ച് ഞാൻ ഇങ്ങോട്ട് പോരുകയാണ് ഉണ്ടായത്, അല്ലയോ രാജാവേ എന്ന് സുമന്ത്രർ പറഞ്ഞു. ആ സമയത്ത് തത്ര കൗസല്യ കരഞ്ഞു തുടങ്ങിനാൾ, ദത്തമല്ലോ പണ്ടേ വരദ്വയം ഇഷ്ടയായൊരു കൈകേയിക്ക് രാജ്യമോ തുഷ്ടനായി നൽകിയാൽ പോരായിരുന്നുവോ. തുടർന്ന് കൗസല്യ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, 2 വരങ്ങൾ പണ്ടേ നൽകിയതായിരുന്നല്ലോ കൈകേയിക്ക്, ഇഷ്ടയായ കൈകേയിക്ക് വളരെ സന്തോഷത്തോടു കൂടി കൊടുത്തതല്ലേ. അങ്ങനെ ആ രാജ്യം കൊടുത്താൽ പോരായിരുന്നോ? പണ്ട് വരം കൊടുത്തതല്ലേ, ആ വരം രാജ്യവരമായിട്ട് കൊടുത്താൽ പോരായിരുന്നോ? മൽപുത്രനെ കാനനാന്തേ കളവതിൻ ഈ പാപി എന്തു പിഴച്ചു ദൈവമേ. എൻ്റെ മകനെ കാട്ടിൽ കളയാൻ വേണ്ടിയിട്ട് ഈ പാപി എന്ത് തെറ്റാണ് ചെയ്തത്? തൻ്റെ പാപം കൊണ്ടാണ് തൻ്റെ മകനെ കാട്ടിലേക്ക് അയക്കേണ്ടി വന്നതെന്ന് അമ്മ കരഞ്ഞുകൊണ്ട് കൗസല്യമ്മ കരഞ്ഞുകൊണ്ട് പറയുകയാണ്.
ഏവം വരുത്തി തനിയെ പരിദേവനം ചെയ്വതിനെന്തൊരു കാരണം. പിന്നീട് കൗസല്യ പറയുകയാണ്, മഹാരാജാവ് ഈ വിധമെല്ലാം സ്വയം വരുത്തിയതാണല്ലോ. അങ്ങനെ സ്വയം വരുത്തി വെച്ചതിന് ശേഷം തനിയെ വിലപിക്കുന്നതിൻ്റെ കാരണം എന്താണ്, എന്തിനാണ് ഇങ്ങനെ കരയുന്നത് എന്ന് ഒന്ന് കുത്തി ചോദിക്കുകയുണ്ടായി. ആ സമയത്ത് ദശരഥ മഹാരാജാവ് പറയുകയാണ്, പുണ്ണിലൊരു കൊള്ളി വയ്ക്കുന്നത് പോലെ പുണ്യമില്ലാതെ മാം ഖേദിപ്പിയായിക നീ, ദുഃഖം ഉൾക്കൊണ്ട് മരിപ്പാൻ തുടങ്ങുമെൻ ഉൾക്കാം ഉരുക്കി ചമയ്ക്കായിക വല്ലഭേ. ദയനീയമായ ഒരു വിലാപമാണ് നമ്മളിവിടെ കാണുന്നത്, ദശരഥൻ്റെ വിലാപമാണ് ഇവിടെ കാണുന്നത്. എന്ന് പറഞ്ഞു. കഠിനമായ ആ ദുഃഖത്തോടുകൂടി രാജാവിനോട് ഇപ്രകാരം കൗസല്യാദേവി പറഞ്ഞപ്പോൾ രാജാവ് പറയുകയാണ്, പുണ്ണിൽ കൊള്ളിവെക്കുന്നത് പോലെയുള്ള വാക്കുകൾ എന്ന് വെച്ചാൽ വേദനിക്കുന്നത് വീണ്ടും വീണ്ടും വേദനിപ്പിക്കുക, അതാണ് പുണ്ണിൽ കൊള്ളിവെക്കുക എന്ന് പറയുന്നത്. അപ്പോൾ എന്നെ അങ്ങനെ വേദനിപ്പിക്കല്ലേ, ഈ പുണ്യമില്ലാത്തവനെ ആയ എന്നെ വേദനിപ്പിക്കല്ലേ പ്രിയേ, ഞാൻ ദുഃഖിച്ച് മരിക്കാൻ തുടങ്ങുന്ന എൻ്റെ മനസ്സിനെ അല്ലയോ വല്ലഭേ ഉരുക്കിക്കളയരുതേ എന്ന് പറയുകയാണ്. തുടർന്ന് തനിക്ക് കിട്ടിയ ആ ശാപവൃത്താന്തം എന്താണെന്ന് കൗസല്യയെ അറിയിക്കുകയാണ് മഹാരാജാവ്. പ്രാണപ്രയാണമെടുത്തു, എൻ്റെ മരണകാലം എടുത്തിരിക്കുകയാണ്. തപോധനൻ പ്രാണവിയോഗേന ശപിച്ചത് കാരണം, അതിന് കാരണമുണ്ട്. ആ തപോധനൻ അന്ന് ആ മഹർഷി ശ്രേഷ്ഠൻ പ്രാണവിയോഗം, തൻ്റെ പ്രാണൻ വെടിയുന്ന സമയത്ത് എന്നെ ശപിക്കുകയുണ്ടായി. അതുകൊണ്ട് എൻ്റെ പ്രാണൻ ഞാനിപ്പോൾ മരിക്കാൻ പോവുകയാണ്. കേൾക്ക നീ ശാപവൃത്താന്തം മനോഹരേ. അന്ന് ആ മഹർഷി ശ്രേഷ്ഠൻ എന്നെ ശപിച്ചു, ആ ശാപവൃത്താന്തം അല്ലയോ പ്രിയേ നീ കേട്ടാലും. സാക്ഷാൽ തപസ്വികൾ ഈശ്വരന്മാരല്ലോ, തപസ്വിമാര് ഈശ്വരന്മാർ തന്നെയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ ശാപവൃത്താന്തം ദശരഥൻ പറയുകയാണ്. അർദ്ധരാത്രോ ശരജാലവും ചാപവും ഹസ്തേ ധരിച്ചു മൃഗയാ വിവശനായി വാഹിനി തീരെ വനാന്തരെ മാനസമോഹേന നിൽക്കുന്ന നേരം ഒരു മുനി ദാഹേന മാതാപിതാക്കൾ നിയോഗത്താൽ സാഹസത്തോട് ഇരുട്ടത്ത് പുറപ്പെട്ടു. ഒരിക്കല് അർദ്ധരാത്രിയിൽ നായാട്ടിന് പോയ ഞാൻ, ക്ഷീണിച്ചവശനായ ഞാൻ, അമ്പും വില്ലുമൊക്കെ കയ്യിലേന്തി ആ ഒരു നദീതീരത്ത് അങ്ങനെ കാട്ടിൽ നിൽക്കുന്ന സമയത്ത് ദാഹിച്ചു വലഞ്ഞ എൻ്റെ മാതാപിതാക്കളുടെ നിർദ്ദേശമനുസരിച്ച് അവരുടെ മകനായ ഒരു മഹർഷി, ഒരു മുനികുമാരൻ സാഹസബുദ്ധിയോടുകൂടി ഇരുട്ടത്ത് കുടവുമായിട്ട് നദിയിലിറങ്ങി വെള്ളം കോരുക സാഹസത്തോട് പുറപ്പെട്ടു. എന്തിനാണ് പുറപ്പെട്ടത്? കുംഭവും കൊണ്ട് നീർ കോരുവാൻ വന്നവൻ കുംഭേന വെള്ളം അൻപോട് ഒക്കും വിധം കുംഭത്തിൽ നീരകമ്പുക്ക ശബ്ദം കേട്ട് തുമ്പിക്കൈയിൽ അംഭോഗതം ഇതി ചിന്തിച്ചുടൻ നാദഭേദിനം സായകം സന്ധായ ചാവേ ദൃഢമയച്ചിടിനാൻ. ഇപ്പോൾ രാത്രി സമയത്ത് വെള്ളം കുടിക്കാൻ ദാഹിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് വെള്ളത്തിന് വേണ്ടിയിട്ട് അർദ്ധരാത്രിയിൽ പുറപ്പെട്ട ഒരു മുനികുമാരൻ കുടത്തിലെ വെള്ളം എടുക്കുന്ന സമയത്ത് ആ കുടത്തിലേക്ക് വെള്ളം കയറുന്ന ആ ഒരു ശബ്ദം കേട്ടിട്ട് ആന വെള്ളം കുടിക്കുകയാണെന്ന് കരുതി ശബ്ദഭേദി ബാണം അയക്കുകയുണ്ടായി. ആ സമയത്ത് ഹാ ഹാ ഹതോസ്മ്യഹം ഹാ ഹേ ഇതി കേട്ടിതു മാനുഷവാക്യവും. അങ്ങനെ അസ്ത്രം അയച്ച സമയത്താണ് ഒരു മനുഷ്യൻ്റെ കരച്ചിൽ കേൾക്കുന്നത്. അയ്യോ, ഹാ ഹാ എന്നെ കൊന്നു, ആരാണ് എന്നെ കൊന്നത്, ഞാൻ മരിച്ചല്ലോ എന്നുള്ള ആ ഒരു വേദനാജനകമായ ശബ്ദമാണ് കേൾക്കുന്നത്. ഒരു മനുഷ്യൻ്റെ കരച്ചിലാണ് കേട്ടത്. തുടർന്ന് ആ കരച്ചിലിനോടൊപ്പം തന്നെയുള്ള വാക്കുകളും ശ്രദ്ധിക്കുക. ഞാനൊരു ദോഷം ആരോടുമേ ചെയ്തില്ല, കേനവാഹന്ത ഹദോഹം വിധേ വൃഥ. ഞാൻ ആരോടും ഒരു ദോഷം ചെയ്തിട്ടില്ലല്ലോ ഇതുവരെയും, പിന്നെ ആരാണ് എന്നെ ഇങ്ങനെ നിഷ്ഠൂരമായി കൊല ചെയ്യുന്നത്? പാർത്തിരിക്കുന്നിതു മാതാപിതാക്കന്മാർ ആർത്തി കൈക്കൊണ്ടു തണ്ണീർക്കു ദാഹിക്കയാൽ. എൻ്റെ മാതാപിതാക്കന്മാർ ആർത്തി പൂണ്ട് ദാഹിച്ച് വലഞ്ഞിരിക്കുന്ന എൻ്റെ മാതാപിതാക്കന്മാർക്ക് ദാഹം തീർക്കുന്നതിന് വേണ്ടി തണ്ണീര് കൊടുക്കാൻ വന്ന എന്നെ ആരാണ് ഇങ്ങനെ ഈ സാഹസത്താൽ കൊല്ലാൻ തുടങ്ങുന്നത്? ഇത്തരം മർത്യനാദം കേട്ട് ഞാൻ അതിത്രസ്ഥനായി തത്ര
ചെന്ന് അത്തലോടും തഥാ. അപ്പോൾ മനുഷ്യൻ്റെ ഈ ശബ്ദം കേട്ട്, അർത്ഥനാദം കേട്ടിട്ട് ദുഃഖിതനായി എന്താണിത്, വല്ലാതെ ഭയപ്പെട്ടു പോയി ദശരഥൻ. ഓടിച്ചെല്ലുകയാണ് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ആ സമയത്താണ് താപസ ബാലകൻ പാദങ്ങളിൽ വീണു താപേന ചൊന്നേൻ മുനിസുതനോട് ഞാൻ. ആ സമയത്താണ് ഒരു മുനി ബാലകൻ്റെ ഹൃദയത്തിലേക്കാണ് താൻ അമ്പയച്ചതെന്ന കാര്യം മനസ്സിലായി. ഉടനെ ദുഃഖിതനായി ഓടിച്ചെന്നിട്ട് ചോദിക്കുകയാണ്, ആ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് പറയുകയാണ്, സ്വാമിൻ ദശരഥനായ രാജാവ് ഞാൻ, മാം അപരാധിനം രക്ഷിക്ക വേണമേ. സ്വാമി, ഞാൻ ദശരഥ രാജാവാണ്, എൻ്റെ തെറ്റ്, എനിക്ക് അബദ്ധം പറ്റിപ്പോയി, എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. ഞാൻ അറിയാതെ മൃഗയാവിവശനായ ആന തണ്ണീർ കുടിക്കും നാദമെന്നോർത്ത് ബാണമൈതേൻ അതിപാപിയായ ഒരു ഞാൻ പ്രാണൻ കളയുന്നതുണ്ടിനി വൈകാതെ. ഞാൻ നായാട്ടിനായിട്ട് വന്നതാണ്, ദശരഥ മഹാരാജാവാണ്, എനിക്ക് അബദ്ധം പറ്റിപ്പോയതാണ്, ക്ഷമിക്കണേ. ആന തണ്ണീർ കുടിക്കുകയാണെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അമ്പയച്ചതാണ്, എനിക്ക് തെറ്റിപ്പോയി, ഞാൻ എൻ്റെ പ്രാണൻ ഇപ്പം തന്നെ കളയുന്നതാണ് എന്ന് പറയുകയുണ്ടായി. ഇങ്ങനെ പാദങ്ങളിൽ വീണ് കേണിയുടെ എന്നോട് ഖേദം കലർന്നു ചെന്നാൻ മുനി ബാലകൻ. അങ്ങനെ ദുഃഖത്തോടു കൂടി പറയുന്ന എന്നോട് കൗസല്യോട് കാര്യം പറയുകയാണല്ലോ, ശാപവൃത്താന്തം പറയുകയാണ്. അങ്ങനെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് കരയുന്ന ദശരഥനോട് ആ മുനിബാലകൻ പറഞ്ഞു, കർമ്മമത്രേ തടുക്കാവതല്ലാർക്കുമേ ബ്രഹ്മഹത്യാപാപമുണ്ടാകയില്ലതേ. ഈ കർമ്മത്തിൻ്റെ ഫലമാണ്, ഞാൻ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു ആപത്ത് വന്നു വിട്ടത്, അത് ആർക്കും തടയാൻ പറ്റില്ല. പിന്നെ പറയുന്നു, ബ്രഹ്മഹത്യാപാപം ഉണ്ടാകയില്ലതേ, അങ്ങേക്ക് ബ്രഹ്മഹത്യാപാപം ഉണ്ടാകില്ല. കാരണം വൈശ്യനാണ് ഞാൻ ബ്രാഹ്മണനല്ല. ഞാൻ മമ പിതാക്കന്മാരെ ആശ്വസിപ്പിക്കാൻ നീ ഏതുമേ വൈകാതെ നീ എൻ്റെ രക്ഷിതാക്കളെ ആശ്വസിപ്പിക്കുക. അവർ വെള്ളം കുടിക്കുവാനായിട്ട് ദാഹിച്ചിരിക്കുകയാണ്. വാർദ്ധക്യമേറി ജരാനരയം കൊണ്ട് നേത്രവും കാണാതെ പാർത്തിരുന്നിടുന്നു ദാഹേന ഞാൻ ജലം കൊണ്ടങ്ങു ചെല്ലുവാൻ ദാഹം കെടുക്ക നീ തണ്ണീർ കൊടുത്തിനി. അവർക്കാണെങ്കിൽ അവർ അന്ധരാണ്, കണ്ണു കാണില്ല. അതുകൊണ്ട് അവർ ദാഹത്തോടെ കാത്തിരിക്കുകയാണ്, അവർക്ക് വെള്ളം കൊടുക്കുക അങ്ങ് എന്ന് പറയുന്നു. വൃത്താന്തമെല്ലാം അവരോട് അറിയിക്കുക, സത്യമെന്നാൽ അവർ നിന്നെയും രക്ഷിക്കും. ഇവിടെ നടന്ന വൃത്താന്തമെല്ലാം അങ്ങ് അവരോട് പറയുക, അവർക്ക് അലിവ് തോന്നിയാൽ അങ്ങയെ തീർച്ചയായിട്ടും രക്ഷിക്കുന്നതാണ്. തുടർന്ന് ആ ബാലകൻ പറയുകയാണ്, അങ്ങ് സത്യം പറയാതിരുന്നു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ, എൻ്റെ പിതാവ് കോപിച്ചങ്ങയെ ഭസ്മമാക്കി കളയും. അതുകൊണ്ട് എന്താണ് ഇവിടെ ഉണ്ടായത്, ഇവിടെ നടന്നത് എന്താണ് എന്ന് കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് അങ്ങ് പറയേണ്ടതുണ്ട് എന്ന് പറയുകയുണ്ടായി ആ ബാലകൻ. പ്രാണങ്ങൾ പോകാഞ്ഞ് പീഠയുണ്ടേറ്റവും ബാണം പറിക്കാൻ ഈ വൈകൃതേതുമേ. തുറന്ന് പറയുകയാണ്, എനിക്ക് എൻ്റെ പ്രാണൻ പോകാത്തതിൽ എനിക്ക് വലിയ വേദനയുണ്ട്. അമ്പിങ്ങനെ ഹൃദയത്തിൽ തറച്ച് കയറിയിരിക്കുകയല്ലേ, വളരെയധികം വേദനയുണ്ട്. അതുകൊണ്ട് നീ ഈ അമ്പ് വലിച്ചു മാറ്റുക, ഞാനൊന്ന് മരിച്ചോട്ടെ, എനിക്ക് ഈ പീഠ അസഹ്യമാണ്, അതുകൊണ്ട് എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പറയുകയുണ്ടായി. അത് കേട്ട് വളരെ വേദനയോടുകൂടി ദശരഥൻ എന്നത് കേട്ട് ശല്യോദ്ധരണം ചെയ്ത് പിന്നെ സജലം കലശവും കൈക്കൊണ്ട് ദമ്പതിമാരിയ്ക്കുന്നവിടേക്ക് അതിസംഭ്രമത്തോട് ഞാൻ ചെല്ലും ദശാന്തരെ. ദശരഥൻ പറഞ്ഞു, മുനികുമാരൻ്റെ ദേഹത്തിൽ നിന്ന് അമ്പ് വലിച്ചൂരിയെടുത്തു. അതിനുശേഷം വളരെ ദുഃഖത്തോടുകൂടി സംഭ്രമത്തോടുകൂടി ആ കലശ കുടവും എടുത്തുകൊണ്ട് വെള്ളം നിറഞ്ഞ ആ കുടവും എടുത്തുകൊണ്ട് ആ ദമ്പതിമാര്, വൃദ്ധ ദമ്പതിമാര്, അന്ധരായ ആ ദമ്പതിമാരിയ്ക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുകയുണ്ടായി. വൃദ്ധതയോട് നേത്രങ്ങളും വേർപെട്ട് അർദ്ധരാത്രിക്ക് വിശന്നു ദാഹിച്ചഹോ വർത്തിക്കും എങ്ങൾക്ക് തണ്ണീർക്ക് പോയൊരു പുത്രനും ഇന്ന് മറന്നു കളഞ്ഞതോ. അവിടെ ചെല്ലുമ്പോൾ ആ രക്ഷിതാക്കളുടെ, അന്ധരായ ആ സാധുക്കളായ ആ രക്ഷിതാക്കളുടെ വിലാപമാണ് കേൾക്കുന്നത്. വൃദ്ധതയോട്, വൃദ്ധരായ ഞങ്ങൾക്ക് കാഴ്ചയില്ലാതിരിക്കുകയാണ്. ഈ പാതിരാത്രിയിൽ വിശന്ന് ദാഹിച്ച് വലഞ്ഞിരിക്കുന്ന ഞങ്ങൾക്ക് വെള്ളത്തിന് വേണ്ടി പോയാ ഞങ്ങളുടെ മകനെ കാണുന്നില്ലല്ലോ. മകനെ, നീ ഞങ്ങളെ മറന്നു കളഞ്ഞോ? ഞങ്ങളിനി എന്താണ് ചെയ്യുക? കണ്ണു കാണില്ലല്ലോ ഒറ്റയ്ക്കൊന്നും ചെയ്യാനായിട്ട്. മകൻ പോയതുകൊണ്ട് അവരുടെ ആ ഒരു ജീവിതം കഷ്ടത്തിലായി തീർന്നു. അവരതാണ് പറയുന്നത്, മകനെ കാണാനേയില്ല. മറ്റുള്ളൊരാശ്രയം ഞങ്ങൾക്കൊരു നാളും മറ്റും ഭവാനൊഴിഞ്ഞെന്തിനു വൈകുവാൻ. ഭക്തിമാൻ ഏറ്റവും മുന്നമെല്ലാം അതിസ്വസ്ഥനായി വന്നിതോ നീ കുമാരാബലാൽ. പിന്നെ അവരിങ്ങനെ പറയുകയാണ്, ഞങ്ങൾക്ക് നീയല്ലാതെ ആരാണ് സഹായത്തിനുള്ളത്? മുമ്പെല്ലാം ഞങ്ങളോട് വളരെ ഭയഭക്തിയുള്ളവനായിരുന്നല്ലോ നീ. ഇപ്പോൾ ഈ ബന്ധമൊക്കെ ഉപേക്ഷിച്ച് നീ പെട്ടെന്ന് പോയി കളഞ്ഞോ? നീ മടുത്തോ? ഞങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണോ മകനെ എന്ന് കരഞ്ഞുകൊണ്ട് അവർ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവരിങ്ങനെ
ഇരിക്കുന്ന സമയത്താണ് ഇപ്രകാരം നിരൂപിച്ചിരിക്കും വിധ അവരിങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മൽപാദ വിന്യാസജ ധ്വനി കേൾക്കയായി. താല്പര്യമാറ്റം അതീയം തഥാ കേട്ട് താല്പര്യമോട് പറഞ്ഞു ജനകനും. അപ്പം അങ്ങനെ അവർ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ്, അവർ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്, മകനെ കാണാത്തതിലുള്ള ആ ഒരു ദുഃഖമുണ്ട്, വിശപ്പും ദാഹവും സഹിക്കാത്ത ആ ഇതിൻ്റെ ദുഃഖവുമുണ്ട്. അങ്ങനെ രണ്ട് ദുഃഖവും കൂടി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് താല്പര്യമാറ്റം കേൾക്കുന്നത്. അപ്പം തൻ്റെ പുത്രൻ വരികയാണ് എന്ന് അവർ ഉറപ്പിച്ചു. അങ്ങനെ താല്പര്യമോട് അവർ പറയുകയാണ്, വൈകുവാൻ എന്തുമൂലം മമ നന്ദന വേഗേന തണ്ണീർ തരിക നീ സാദരം. അല്ലെങ്കിൽ മകനെ പുത്ര, നീ എന്താണ് താമസിച്ചത്, വേഗം ഞങ്ങൾക്ക് വെള്ളം തരിക, നോക്കൂ കണ്ണു കാണത്തില്ല, പൊരിഞ്ഞിരിക്കുകയാണ് അവർ, വെള്ളം തരിക മകനെ എന്നവർ പറയുകയുണ്ടായി. യുദ്ധമാകർണ്യ ഞാൻ ദമ്പതിമാർ പദം ഭക്തിയാ നമസ്കരിച്ചത്രയും ഭീതനായി. ഇവർ പറയുന്നത് കേട്ടിട്ട് പേടിയോടുകൂടി അവരുടെ കാൽക്കൽ ഞാൻ നമസ്കരിക്കുകയുണ്ടായി. എന്നിട്ട് വൃത്താന്തമെല്ലാം പറയുകയാണ്. നേരത്തെ ബ്രാഹ്മണപാലം ആ മുനികുമാരൻ പറഞ്ഞല്ലോ, ഇവിടെ ഉണ്ടായത് സത്യസന്ധമായിട്ട് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അയോധ്യാധിപൻ പ്രകാരം പറഞ്ഞു, പുത്രനല്ല അയോധ്യാധിപനാകിയ പൃഥ്വീവരൻ ഞാൻ ദശരഥൻ എന്ന് പേർ, ഞാൻ ദശരഥനാണ്, അയോധ്യാധിപനാണെന്ന് പറഞ്ഞു. രാത്രവും വനാന്തേ മൃഗയാവിവശനായി ശാർദൂല മുഖ്യ മൃഗങ്ങളെ കൊന്ന് വാർത്തിരുന്നേൻ നദീതീരെ മൃഗാശയ. ഞാൻ രാജാവാണ്, ദശരഥ മഹാരാജാവാണ്. രാത്രിയിൽ ഞാൻ നായാട്ടിനായിട്ട് വന്നതാണ്, മൃഗത്തെ കിട്ടുമെന്നുള്ള ആശയോടുകൂടി വന്നതാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കുംഭത്തിൽ നീരകമ്പുക്ക ശബ്ദം കേട്ട് കുംഭീവരൻ നിജ തുമ്പിക്കരം തന്നെ ലംഭസ് കൊള്ളുന്ന ശബ്ദമെന്നോർക്കയാൽ അമ്പയച്ചേനറിയാതെ അതും ബലാൽ. ഞാൻ രാത്രിയിൽ മൃഗയാ തൽപരനായിട്ട് കടുവ മുതലായ മൃഗങ്ങളെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് നായാട്ടിനായിട്ട് നദീതീരത്ത് കാത്തിരിക്കുന്ന സമയത്താണ് കുടത്തിൽ വെള്ളം കയറുന്ന ശബ്ദം കേട്ടത്. ഞാൻ വിചാരിച്ചു ആന തുമ്പിക്കയിൽ വെള്ളമെടുക്കുന്ന ശബ്ദമാണെന്ന്. അത് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഞാൻ അമ്പയച്ചതാണ്. ആ ശരം അങ്ങയുടെ മകൻ്റെ ദേഹത്ത് പതിക്കുകയുണ്ടായി. കരച്ചിൽ കേട്ട സ്ഥലത്തേക്ക് ഞാൻ ഓടിച്ചെല്ലുക, അങ്ങയുടെ മകൻ നിലവിളിച്ചു. ആ കരഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ ഓടിച്ചെന്നു, ഭയത്തോടുകൂടി ഓടിച്ചെന്നു. ആ സമയത്ത് ബാലനെ കണ്ട് നമസ്കരിച്ചേൻ, അതുമൂലം അവനും എന്നോട് ചൊല്ലിയിടി ഞാൻ. അപ്പോൾ ഒരു ബാലനെ കാണുകയുണ്ടായി. ആ ബാലനെ, അമ്പേറ്റ് കിടക്കുന്ന ബാലനെ നമസ്കരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയുകയുണ്ടായി. ആ സമയത്ത് പുത്രൻ എന്നോട് പറയുകയുണ്ടായി, അങ്ങയുടെ പുത്രൻ എന്നോട് പറയുകയുണ്ടായി, കർമ്മം അത്രയും മമ വന്നത് ഇതു മമ ബ്രഹ്മഹത്യാപാപം ഉണ്ടാകുകയില്ലത്. എൻ്റെ കർമ്മഫലം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഞാൻ വൈശ്യനായതുകൊണ്ട് നിങ്ങൾക്ക് ബ്രഹ്മഹത്യാപാപം ഉണ്ടാകുകയില്ല രാജാവേ എന്ന് പറഞ്ഞു. പിന്നെയും അവൻ പറയുകയുണ്ടായി, കണ്ണും പൊടിഞ്ഞു വയസ്സുമേറെ പൂക്ക് പർണശാലാന്തേ വിശന്നു ദാഹത്തോടും എന്നെയും പാർത്തിരിക്കും പിതാക്കന്മാർക്ക് തണ്ണീർ കൊടുക്കുക എന്ന് എന്നോട് ചൊല്ലിനാൽ കാഴ്ച നശിച്ച് വിശപ്പും ദാഹവും കൊണ്ട് വലഞ്ഞ് എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന എൻ്റെ വൃദ്ധരായ മാതാപിതാക്കന്മാർക്ക് വെള്ളം കൊണ്ടുപോയി കൊടുക്കൂ എന്ന് പറയുകയുണ്ടായി. അത് കേട്ടപ്പോൾ ഞാനത് കേട്ട് ഉഴറ്റോട് വന്നേനിനി ജ്ഞാനികളാം നിങ്ങളൊക്കെ ക്ഷമിക്കണം. ഞാനത് കേട്ടിട്ട് വേഗം പരിഭ്രമത്തോടുകൂടി ഓടി വന്നിരിക്കുകയാണ്. ജ്ഞാനികളായ എല്ലാം അറിയുന്നവരായ നിങ്ങൾ സകലതും ക്ഷമിക്കണേ എന്ന് ക്ഷമയാചനം ചെയ്യുകയാണ്. ശ്രീപാദ പങ്കജമെന്നിയേ മറ്റില്ല പാപിയായോരടിയൻ അവലംബനം ജന്തുവിഷയ കൃപാവശന്മാരല്ലോ സന്തതം താപസപുങ്കവന്മാർ നിങ്ങൾ. എന്നോട് ക്ഷമിക്കണേ, നിങ്ങളുടെ പാദ പങ്കജമല്ലാതെ എനിക്ക് മറ്റാശ്രയങ്ങളൊന്നുമില്ല. പാപിയായ എനിക്ക് മറ്റാരുമില്ല ആശ്രയം. തപസ്ശ്രേഷ്ഠരായ നിങ്ങൾ സഹജീവികളോട് ദയുള്ള ആളാണല്ലോ എന്നൊക്കെ പറയുകയുണ്ടായി. അപ്പോൾ ഇത് കേട്ടിട്ട് അവർക്ക് വളരെയധികം ദുഃഖമുണ്ടായി. അവർ പൊട്ടിക്കരയുകയാണ്. യുദ്ധമാകർണ്യ കരഞ്ഞവരെത്രയും ദുഃഖം കലർന്ന് ചൊല്ലിയിടനെ. ഇത് കേട്ടവർ പൊട്ടിക്കരഞ്ഞുപോയി. എന്നിട്ട് പറഞ്ഞു, പുത്രൻ എവിടെ കിടക്കുന്നത് ഭവാൻ തത്രൈവ ഞങ്ങളെ കൊണ്ടുപോയി ഇടണം. പുത്രൻ എവിടെയാണ് മരിച്ചു കിടക്കുന്നത്, പുത്രൻ്റെ മൃതശരീരം കിടക്കുന്നിടത്തേക്ക് ഞങ്ങളെ കൊണ്ടുപോകൂ എന്ന് പറഞ്ഞു. ഞാനത് കേട്ടവർ തമ്മയെടുത്തത് ദീനതയോട് മകനുടൽ കാട്ടിനേൻ. അവരങ്ങനെ പറഞ്ഞപ്പോൾ അവരെയും കൊണ്ട് ഞാൻ മകൻ്റെ ശരീരം കിടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയുണ്ടായി. അപ്പോൾ മകൻ്റെ ശരീരം കണ്ടിട്ട് അവർ പറഞ്ഞു, കഷ്ടം ആഹന്ത കഷ്ടം കർമ്മം എന്നവർ തൊട്ട് തലോടിയും തലേ ശരീരവും കഷ്ടം കർമ്മഫലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മകൻ്റെ ശരീരം തൊട്ട് തലോടി കരയുകയാണ് അവർ. അങ്ങനെ പലതും പറഞ്ഞവർ കരയുകയാണ്. പിന്നെ പലതരം ചൊല്ലി വിലപിച്ചു. ഖിന്നതയോടവർ എന്നോട് ചൊല്ലി ഞാൻ, നീ ഇനി നല്ല ചിത ചമച്ചിടണം, തീയുമേറ്റം ജ്വലിപ്പിച്ചു വൈകാതെ. ഈ ഒരു നല്ല ചിത ജ്വലിപ്പിച്ചു തരണം, തീ നല്ലോണം ജ്വലിപ്പിക്കണം എന്ന് പറഞ്ഞു.
ഉടനെ തന്നെ തത്ര ഞാനും ചിതകൂട്ടിയേൻ അന്നേരം പുത്രേണ താകം പ്രവേശിച്ചവർ അവരും. അപ്പോൾ പുത്രൻ്റെ ആ മൃതദേഹം ചിതയിൽ വെച്ചു. ആ ചിതയിലേക്ക് ഇവർ രണ്ടുപേരും വൃദ്ധദമ്പതികളായ ആ താപസശ്രേഷ്ഠനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ചിതയിലേക്ക് പ്രവേശിക്കുകയുണ്ടായി. ശേഷം ദഗ്ധദേഹന്മാരുമായി ചെന്ന് മൂവരും രുദ്രാരിലോകം ഗമിച്ചു വാണിയടിനാർ. അവരെ പുത്രനോടൊപ്പം തന്നെ ആ ചിതയിൽ പ്രവേശിക്കുകയും അങ്ങനെ ഇന്ദ്രലോകം പോവുകയും ചെയ്തു. പുത്രശോകത്താൽ മരിക്കെന്ന് ചൊല്ലിനാൻ ശാപകാലം നമുക്ക് ആഗതമായതോ താപസവാക്യം അസത്യമായും വരാം. അങ്ങനെ ചിതയിൽ പ്രവേശിച്ച് മരിക്കുന്നതിന് മുൻപ് അദ്ദേഹം ഒരു ശാപവചനം പറയുകയുണ്ടായി. പുത്രശോകത്താൽ നീ മരിക്കും എന്ന് പറയുകയുണ്ടായി. ആ ശാപം അനുഭവിക്കാനുള്ള കാലം ഇപ്പോൾ വന്നിരിക്കുകയാണ്. താപസന്മാരുടെ വാക്കുകൾ ഒരിക്കലും അസത്യമാവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാജാവ് പിന്നെയും കരയുകയാണ്. മന്നവനേവം പറഞ്ഞു വിലപിച്ചു പിന്നെയും പിന്നെയും കേട്ടു തുടങ്ങിനാൻ. ഹാ രാമ പുത്ര, ഹാ സീതേ ജനകജേ, ഹാ രാമ ലക്ഷ്മണ, ഹാ ഹാ ഗുണാംബുധി. രാമനെയും ലക്ഷ്മണനെയും സീതയെയും ഒക്കെ വിളിച്ചുകൊണ്ട് കരയുകയാണ്. നിങ്ങളെയും പിരിഞ്ഞ് എൻ മരണം പുനരിങ്ങനെ വന്നത് കൈകേയി സംഭവം. കൈകേയി കാരണം എനിക്ക് ഇങ്ങനെയൊക്കെ വന്നിരിക്കുകയാണ്. രാമ, പുത്രനെ കാണാത്തുള്ള ദുഃഖം കൊണ്ട് രാജാവ് കരയുകയാണ്. രാജീവനേത്രനെ ചിന്തിച്ച് രാജാ ദശരഥൻ ബുക്കോ സുരാലയം. അങ്ങനെ രാമനെ, രാജീവലോചനായ താമരക്കണ്ണനായ ആ തൻ്റെ പ്രിയപുത്രനെ രാമനെ മനസ്സാ ചിന്തിച്ചുകൊണ്ട് രാമ രാമ എന്ന് പ്രലപിച്ചുകൊണ്ട് ദശരഥ മഹാരാജാവ് ദേവലോകം പ്രവേശിച്ചു. എന്നുവെച്ചാൽ സുരാലയം, ദേവലോകം. ദശരഥ മഹാരാജാവ് ചരമഗതി പ്രാപിക്കുകയുണ്ടായി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ് നമുക്ക് അടുത്ത ആഴ്ച എടുക്കാം. നന്ദി, നമസ്കാരം.